ടിക്ടോക്കിനെ അമേരിക്ക ഇന്നും വിശ്വസിക്കുന്നില്ലേ? സെപ്റ്റംബർ 15-ന് ടിക്ടോക്കിൻ്റെ US ചീഫ് സെക്യൂരിറ്റി ഓഫീസർ അമേരിക്കൻ ഹൗസ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുന്നത് എന്തിനാണ്? രാജ്യത്തിൻ്റെ ദേശീയ സുരക്ഷയ്ക്ക് ടിക്ടോക്ക് ശരിക്കും ഭീഷണിയാണോ? അതോ ഇത് അമേരിക്കയും ചൈനയും തമ്മിലുള്ള മറ്റൊരു സാങ്കേതിക യുദ്ധമാണോ? പരിശോധിക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. ടിക്ടോക്ക് ഇന്ന് വെറും ഒരു സോഷ്യൽ മീഡിയ ആപ്പല്ല. ലോകമെമ്പാടുമായി 2 ബില്യണിലധികം ഡൗൺലോഡുകളും പ്രതിമാസം കോടിക്കണക്കിന് സജീവ ഉപയോക്താക്കളുമുള്ള വമ്പൻ പ്ലാറ്റ്ഫോമാണ്. എന്നാൽ വർഷങ്ങൾ ഇത്ര കഴിഞ്ഞിട്ടും അമേരിക്കയ്ക്ക് ടിക്ടോക്കിനോടുള്ള സംശയം അവസാനിച്ചിട്ടില്ല. അതിന് കൃത്യമായ ഒരു കാരണവുമുണ്ട്. ടിക്ടോക്കിന്റെ മാതൃ കമ്പനിയായ ബൈറ്റ് ഡാൻസ് ഒരു ചൈനീസ് കമ്പനിയാണ്. ചൈനയിലെ ദേശീയ സുരക്ഷാ നിയമങ്ങൾ പ്രകാരം ആവശ്യമായി വന്നാൽ കമ്പനികൾക്ക് ഉപയോക്താക്കളുടെ വിവരങ്ങൾ സർക്കാരുമായി പങ്കുവെക്കേണ്ടി വരും എന്നാണ് അമേരിക്ക പറയുന്നത്. അങ്ങനെ സംഭവിച്ചാൽ അമേരിക്കക്കാരുടെ വിവരങ്ങൾ ചൈനയുടെ കൈകളിലെത്താൻ സാധ്യതയുണ്ടെന്നാണ് US-ന്റെ പ്രധാന ആശങ്ക. എന്നാൽ ടിക്ടോക്കും ബൈറ്റ് ഡാൻസും ഈ ആരോപണങ്ങൾ തുടക്കം മുതലേ നിഷേധിക്കുകയാണ്. അമേരിക്കൻ ഉപയോക്താക്കളുടെ വിവരങ്ങൾ പ്രത്യേക സുരക്ഷാ സംവിധാനങ്ങളിലൂടെയാണ് കൈകാര്യം ചെയ്യുന്നത് എന്നും ചൈനീസ് സർക്കാരിന് ഒരു ഉപയോക്താവിൻ്റെ വിവരങ്ങൾ കൈമാറിയിട്ടില്ല എന്നും കമ്പനി ആവർത്തിച്ച് വ്യക്തമാക്കുന്നു. പക്ഷേ അമേരിക്കയുടെ സംശയം അവിടെയും തീർന്നില്ല. 2020 മുതൽ ടിക്ടോക്കിനെതിരെയുള്ള അന്വേഷണം അവർ ശക്തമാക്കി. ഇതിന്റെ ഭാഗമായി സർക്കാർ ഉദ്യോഗസ്ഥർക്കും സൈനികർക്കും ഔദ്യോഗിക ഫോണുകളിൽ ടിക്ടോക്ക് ഉപയോഗിക്കുന്നതിന് വിലക്ക് ഏർപ്പെടുത്തി. പിന്നീട് ടിക്ടോക്കിന്റെ അമേരിക്കൻ ബിസിനസ് ബൈറ്റ് ഡാൻസിൽ നിന്ന് വേർപെടുത്താൻ US ശക്തമായ സമ്മർദ്ദം ചെലുത്തുകയും ചെയ്തു. ഒരു ചൈനീസ് കമ്പനിയുടെ നിയന്ത്രണത്തിലുള്ള പ്ലാറ്റ്ഫോം അമേരിക്കയിൽ ഇത്രയധികം സ്വാധീനം ചെലുത്തുന്നത് ദേശീയ സുരക്ഷയ്ക്ക് തന്നെ ഭീഷണിയാണ് എന്നായിരുന്നു അവരുടെ നിലപാട്. ഇപ്പോഴിതാ സെപ്റ്റംബർ 15-ന് ടിക്ടോക്കിന്റെ US ചീഫ് സെക്യൂരിറ്റി ഓഫീസർ വിൽ ഫാരൽ അമേരിക്കൻ ഹൗസ് കമ്മിറ്റിക്ക് മുന്നിൽ ഹാജരാകുകയാണ്. അമേരിക്കൻ ഉപയോക്താക്കളുടെ ഡാറ്റ സുരക്ഷയും സൈബർ സുരക്ഷയും ഉറപ്പാക്കുകയാണ് അദ്ദേഹത്തിന്റെ പ്രധാന ചുമതല. അതുകൊണ്ട് തന്നെ കമ്മിറ്റിയുടെ ചോദ്യങ്ങളും അതുമായി ബന്ധപ്പെട്ടതായിരിക്കും. അമേരിക്കക്കാരുടെ വിവരങ്ങൾ എവിടെയാണ് സൂക്ഷിക്കുന്നത്? ചൈനയ്ക്ക് അതിലേക്ക് ഏതെങ്കിലും തരത്തിലുള്ള ആക്സസ് ഉണ്ടോ? ഡാറ്റ സുരക്ഷ ഉറപ്പാക്കാൻ ടിക്ടോക്ക് സ്വീകരിച്ചിരിക്കുന്ന നടപടികൾ എന്തൊക്കെയാണ് തുടങ്ങിയ ചോദ്യങ്ങൾക്കാകും വിൽ ഫാരലിന് മറുപടി നൽകേണ്ടി വരിക. 2024-ൽ അമേരിക്ക ഒരു നിയമം പാസാക്കിയിരുന്നു. അതുപ്രകാരം ബൈറ്റ് ഡാൻസ് ടിക്ടോക്കിന്റെ അമേരിക്കൻ ബിസിനസ് ഓഹരികൾ വിറ്റൊഴിഞ്ഞില്ലെങ്കിലും ആപ്പിന് രാജ്യത്ത് നിരോധനം ഏർപ്പെടുത്തുമെന്ന അവസ്ഥ വന്നു. തുടർന്ന് 2026 ജനുവരിയിൽ ടിക്ടോക്കിന്റെ അമേരിക്കൻ പ്രവർത്തനം ബൈറ്റ് ഡാൻസിൽ നിന്ന് വേർപ്പെടുത്തി ടിക്ടോക്ക് USDS ജോയിന്റ് വെഞ്ചർ എന്ന സ്ഥാപനത്തിന് കീഴിലേക്ക് മാറ്റി. ഇപ്പോൾ 80% ഓഹരികളും ഈ സ്ഥാപനത്തിന്റെ കീഴിലാണ്. ഇതോടെ ബൈറ്റ് ഡാൻസിന്റെ പങ്കാളിത്തം 19% കുറയുകയും ചെയ്തു. എന്നിരുന്നാലും അമേരിക്കയുടെ ആശങ്കകൾ പൂർണ്ണമായും മാറിയിട്ടില്ല. കാരണം ഈ ഓഹരി വിൽപ്പനയുമായി ബന്ധപ്പെട്ട കരാറിന്റെ പൂർണ്ണ വിവരങ്ങൾ ഇതുവരെ പുറത്തു വന്നിട്ടില്ല. കൂടാതെ ബൈറ്റ് ഡാൻസിന് ഇപ്പോഴും ടിക്ടോക്കിന്റെ പ്രവർത്തനങ്ങളിൽ എത്രത്തോളം സ്വാധീനമുണ്ട് എന്ന ചോദ്യവും ബാക്കിയാണ്. ചൈനീസ് എഞ്ചിനീയർമാർക്കോ ജീവനക്കാർക്കോ ഡാറ്റയിലേക്ക് ഇപ്പോഴും പ്രവേശനമുണ്ടോ എന്നതും പ്രധാനമാണ്. ഇതിനു പുറമെ കുട്ടികളുടെ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ചും സോഷ്യൽ മീഡിയയിലെ സ്വാധീനത്തെക്കുറിച്ചും വിശദീകരണം നൽകാൻ ടിക്ടോക്ക് CEOയോട് US സെനറ്റും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അമേരിക്ക പറയുന്നത് ഇത് ദേശീയ സുരക്ഷയുടെ പ്രശ്നമാണെന്നാണ്. ടിക്ടോക്ക് പറയുന്നത് ഉപയോക്താക്കളുടെ വിവരങ്ങൾ സുരക്ഷിതമാണെന്നാണ്. പക്ഷേ ഇന്നത്തെ ലോകത്ത് ഏറ്റവും വലിയ സമ്പത്ത് ഡാറ്റയാണ്. ആ ഡാറ്റ ആരുടെ കൈകളിൽ ഇരിക്കണം എന്ന ചോദ്യമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സൈനിക ശക്തികളായ അമേരിക്കയും ചൈനയും തമ്മിലുള്ള വമ്പൻ പോരാട്ടമായി മാറുന്നത്.